നാരീശക്തൻ ശക്തിയെക്കുറിച്ചും ഒപ്പം ഈ വരാൻ പോകുന്ന കാലഘട്ടം എന്ന് പറയുന്ന പ്രധാനപ്പെട്ട മോദി യുഗത്തിൽ സ്ത്രീകളാണ് ഇനി ഈ നാടിനെ നയിക്കേണ്ടതെന്നും അങ്ങനെയുള്ള കാസ്റ്റിൽ ഏറ്റവും പ്രധാനപ്പെട്ട സ്ത്രീ വിഭാഗത്തെ സംരക്ഷിക്കുന്നതിനാണ് മോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമായിരിക്കുമെന്ന് ഒരു നാവുകൊണ്ട് പറയുകയും എന്നാൽ മറുനാവുകൊണ്ട് ഏകദേശം 200ഓളം സ്ത്രീകളെ വ്യത്യസ്ത പ്രായത്തിലുള്ള കുട്ടികളെ 18 വയസ്സ് മുതൽ 63 വയസ്സ് വരെയുള്ള കാറ്റഗറി എന്നാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന വിവരം. അതും സ്വന്തം അമ്മയുടെ പ്രായമാകാൻ പോലും ശേഷിയുള്ള വീട്ടിലെ മെയ്ഡിനെ അടക്കം ക്രൂരമായി പീഡിപ്പിച്ച് അതിൻ്റെ ദൃശ്യങ്ങൾ ഒളിക്യാമറയിൽ പകർത്തി വീണ്ടും ബ്ലാക്ക്മെയിൽ ചെയ്ത് തുടർപീഡനം നടത്തി 2976 വീഡിയോ ദൃശ്യങ്ങൾ ചിത്രീകരിച്ച ഒരു അധമനായ ഒരു ലൈംഗിക വൈകൃതമുള്ള ഒരു സ്ഥാനാർത്ഥിക്കു വേണ്ടി അതേ പ്രധാനമന്ത്രി വന്ന് ഏപ്രിൽ 14-ാം തീയതി ഇദ്ദേഹത്തെ വിജയിപ്പിച്ചാൽ എൻ്റെ കരങ്ങൾക്ക് ശക്തി പകരുമെന്ന് പറയുകയും ചെയ്യുന്ന അവസ്ഥയിലേക്ക് പാർട്ടി പോയി എന്നതാണ് പാർട്ടി ഇനി നേരിടാൻ പോകുന്ന BJP നേരിടാൻ പോകുന്ന കർണാടകയിലെയും ഇനി പുറത്തും നേരിടാൻ പോകുന്ന ഏറ്റവും വലിയ പ്രചരണം. അതിൻ്റെ പ്രചരണങ്ങളൊക്കെ ആ ഘട്ടത്തിൽ ആരംഭിച്ചിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തന്നെ കോൺഗ്രസ് ആ വിഷയം ദേശീയ തലത്തിൽ അത് ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ കോൺഗ്രസ് സ്പോക്ക് പേഴ്സൺ സുപ്രിയ പറയുന്നത് പോലെ എന്താണ് ഈ വിഷയം നേരത്തെ BJPക്ക് അറിയാമായിരുന്നിട്ടും BJP എന്തുകൊണ്ടാണ് JDSുമായി ഒരു അലയൻസിന് പോയത്? രണ്ടാമത്തെ ചോദ്യം, അത് അറിയാമായിരുന്നിട്ടും എന്തിനാണ് ഹാസനിൽ ഇതേ സ്ഥാനാർത്ഥിയെ തന്നെ നിർത്തിയത്? നോക്കൂ, ആ മണ്ഡലത്തിൻ്റെ പ്രത്യേകത 1991 മുതൽ 2014 വരെ ചുരുങ്ങിയ ചില കാലഘട്ടങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ ദേവഗൗഡ തന്നെ തുടർച്ചയായിട്ട് പ്രതിനിധീകരിച്ച മണ്ഡലമാണ്. അതും 1 ലക്ഷത്തിലേറെ വോട്ടുകളിലാണ് ഭൂരിപക്ഷവും പല ഘട്ടങ്ങളിലും ദേവഗൗഡയ്ക്ക് കിട്ടിയത്. കഴിഞ്ഞ തവണ ഈ പ്രജ്വൽ രേവണ്ണ തന്നെ ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു പോകുന്നത് 1,41,000 വോട്ടുകൾക്കാണ്. അപ്പോൾ ഇത്രയും വലിയ ഭൂരിപക്ഷമുള്ള JDSന്റെ ശക്തി കേന്ദ്രമായൊരു മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നതിന് മുമ്പ് തന്നെ ഒരു വലിയ വിവാദം ആളിപ്പടരുന്നു. പക്ഷേ വിവാദത്തിൻ്റെ ചരിത്രം നമ്മൾ പരിശോധിച്ചാൽ രേവണ്ണ പറയുന്നത് 4-5 വർഷം മുമ്പുള്ളൊരു കഥയാണ് നിങ്ങൾ പറയുന്നത് എന്നാണ്. പക്ഷെ 1 വർഷം മുമ്പ് തന്നെ ഇത് കർണാടകയിൽ ചർച്ചാ വിഷയമായിരുന്നു. മാത്രവുമല്ല 2023 ഡിസംബർ മാസം 8-ാം തീയതി, അതായത് BJP JDSുമായി അലയൻസ് ഉണ്ടാക്കുന്നതിന് മുമ്പേ തന്നെ ഈ വാർത്തയെ അറിഞ്ഞുകൊണ്ട് ഈ ദേവരാജ ഗൗഡ BY വിജയേന്ദ്രയുമായിട്ട് സംസാരിക്കുകയും അദ്ദേഹത്തിന് കത്തെഴുതുകയും ചെയ്തു. അതിനുശേഷം ഡിസംബർ 13-ാം തീയതി പ്രധാനമന്ത്രിക്ക് കത്തെഴുതുന്നു, പ്രാദേശിക BJP നേതൃത്വത്തിന് കത്തെഴുതുന്നു, വീണ്ടും BY വിജയേന്ദ്രയെക്കുറിച്ച് കാര്യങ്ങൾ സൂചിപ്പിക്കുന്നു, BY വിജയേന്ദ്രയുടെ കാര്യങ്ങൾ പറയുന്നു. ഇതെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടും തൊട്ടടുത്ത് 3 മാസങ്ങൾ കഴിയുമ്പോൾ ഇതേ സ്ഥാനാർത്ഥിക്ക് വേണ്ടി BJPയുടെ പ്രധാനമന്ത്രി തന്നെ സ്ഥാനാർത്ഥി തന്നെ വന്ന് സ്ഥാനാർത്ഥിക്ക് വേണ്ടി ക്യാമ്പയിൻ ചെയ്യുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. എവിടെയാണ് നാരീശക്തി എന്ന ചോദ്യം നമ്മൾ ചോദിക്കുന്നത്. നമ്മൾ പല ചോദ്യങ്ങളും ഇനി BJPക്ക് ചോദിക്കുന്ന കൂട്ടത്തിൽ ഒരു ലോങ് ലിസ്റ്റ് BJP പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിൻ്റെ പല ഘട്ടങ്ങളിലും അവരത് ഉപയോഗിക്കുന്നുണ്ട്. മണിപ്പൂരിൽ സ്ത്രീകൾ നഗ്നരായി ചിത്രീകരിക്കപ്പെടുമ്പോൾ എന്തുകൊണ്ട് അവിടെ BJP പോകുന്നത്? ഏറ്റവും ഒടുവിൽ ഇന്നാണ് CBI ഇതിലൊരു കുറ്റപത്രം സമർപ്പിക്കുന്നത് എന്ന് പ്രേക്ഷകർ മനസ്സിലാക്കണം. ആ CBI കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ നിവൃത്തിയില്ലാതെ ഭരണകൂടത്തെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മണിപ്പൂരിൽ CBI കുറ്റപത്രം തയ്യാറാക്കിയിരിക്കുന്നത്. പോലീസ് അവിടെ നിഷ്ക്രിയമായിരുന്നു എന്നാണ്. 2 സ്ത്രീകളെ ക്രൂരമായി നഗ്നരാക്കി ബലാത്സംഗം ചെയ്തത് പോലീസിന് മുന്നിൽ വെച്ചാണ് എന്ന് CBI ഇന്ന് സമർപ്പിച്ച കുറ്റപത്രത്തിൽ പറയുന്നു. അവിടെ ഭരിക്കുന്നത് ബീരേൻ സിംഗ് ആണ്. അവിടേക്കൊരു നോട്ടം കൊണ്ടുപോലും നമ്മുടെ പ്രധാനമന്ത്രി എത്തിയില്ല എന്ന വസ്തുത ഇരിക്കെയാണ് മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം കൂടി കോൺഗ്രസിന് പ്രചരണായുധമായി കിട്ടുന്നത്. ബ്രിജകിഷോറിന്റെ വിഷയത്തിൽ എത്ര നാൾ നമ്മളുടെ ഗുസ്തി താരങ്ങൾ സമരം ചെയ്തു. ഒടുവിൽ 4 മണ്ഡലങ്ങളിലെ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ സ്വാധീനം ഒറ്റ കാരണം കൊണ്ട് ആ വനിതകളുടെ കരച്ചിൽ നമ്മൾ കേൾക്കാതെ പോയി, അധികാരികൾ കേൾക്കാതെ പോയി. അതിനുശേഷമാണ് ബിൽക്കിസ് ബാനുവിൻ്റെ കേസ്. ബിൽക്കിസ് ബാനുവിനെ ക്രൂരമായി പീഡിപ്പിക്കുകയും മകളെ തറയിലെറിഞ്ഞ് കൊല്ലുകയും ചെയ്ത നരാധമന്മാരെ പൂജിച്ച് മാലയിട്ട് സ്വീകരിച്ച് അവരുടെ പരോള് കഴിയുന്നതിന് മുൻപ് തന്നെ, അവരുടെ ജയിൽ കാലാവധി കഴിയുന്നതിന് മുമ്പ് തന്നെ അവരെ ജയിൽ മോചിതരാക്കി കൊണ്ടുവന്ന പാർട്ടി. ഇങ്ങനെ ഈ വിശേഷണങ്ങൾ നേരിടുന്ന പാർട്ടിക്ക് മറ്റൊരു പ്രധാനപ്പെട്ട ആരോപണത്തിന് കൂടി മറുപടി പറയേണ്ടി വന്നിരിക്കുന്നു. അത് കർണാടകയിൽ ഇനി വരാൻ പോകുന്ന ഈ മെയ് 7-ാം തീയതി നടക്കാൻ പോകുന്ന 14 മണ്ഡലങ്ങളിൽ മാത്രമായിരിക്കില്ല. ഇനി വരും ദിവസങ്ങളിലും കോൺഗ്രസ് ഇതിൽ ശക്തമായൊരു പ്രചരണ വിഷയമാക്കി മാറ്റും. നാരീ ശക്തിയെക്കുറിച്ചും നാരീ വന്ദൻ അഭിയാനെ കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ പ്രജ്വൽ രേവണ്ണയുടെ വിഷയം ചർച്ച ചെയ്യാതെ പോകാൻ കഴിയില്ല എന്നുള്ളതാണ്. നോക്കൂ, 1991-ൽ 3 സീറ്റുകൾ മാത്രമുണ്ടായിരുന്ന BJP കർണാടക രാഷ്ട്രീയത്തിൽ 51% വോട്ട് പെർസെൻറ്റേജിലേക്ക് 2019-ൽ കടന്നു കയറിയതും 28-ൽ 25 സീറ്റുകൾ സ്വന്തമാക്കിയതും ഒരു മാജിക് പോലെയായിരുന്നു. പക്ഷേ അവിടെ താഴെത്തട്ടിലുള്ള ചിട്ടയായ പ്രവർത്തനവും ഒപ്പം യെദ്യൂരപ്പയുടെ ഒരു നേതൃത്വവും കൂടി കഴിയുമ്പോഴാണ് ഇന്ന് കർണാടകയിൽ BJPക്ക് ആ മുഖമില്ല. പക്ഷേ ലോക്സഭയിലേക്ക്
കോൺഗ്രസിലേക്ക് മത്സരിക്കാൻ കർണാടകയിൽ ബസവരാജ് ബൊമ്മയുടെ മുഖം ആവശ്യമില്ല അവർക്ക്. പകരം അവർക്ക് ആവശ്യമുള്ളത് നരേന്ദ്രമോദിയുടെ ഫേസ് ആയിരുന്നു. അതുകൊണ്ടാണ് നരേന്ദ്രമോദി ഹസനിലെത്തുന്നത്, അവിടെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി പിന്തുണ അഭ്യർത്ഥിക്കുന്നത്. ഒടുവിൽ അതിപ്പോൾ വിനയായി തീർന്നിരിക്കുന്നത്. എന്തു മറുപടിയാണ് പറയാൻ കഴിയുക? നേരത്തെ അറിയാമായിരുന്നൊരു വിഷയത്തിൽ ഇത്രയും ക്രൂരമായ രീതിയിൽ സ്ത്രീകളെ അധിക്ഷേപിക്കുകയും ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്ത ഒരുപക്ഷെ നമ്മളുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ ഇത്രയും അധികം വലിയ ഒരു സെക്സ് സ്കാം കേട്ടിട്ടുണ്ടാവില്ല. അതും നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുടെ കൊച്ചുമകനിൽ നിന്ന് ഈ രാജ്യമോ നാടോ പ്രതീക്ഷിക്കുന്നതല്ല, ഒരു സിറ്റിംഗ് എം പിയിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതല്ല. അവിടെയാണ് ആ എം പിക്ക് വേണ്ടി വീണ്ടും വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ട് BJP എത്തുമ്പോൾ സ്വാഭാവികമായും വരും ദിവസങ്ങളിൽ ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി വേണ്ടിവരും. അതിലേറ്റവും പ്രസക്തമായ ചോദ്യം എന്ന് പറയുന്നത്, ഇങ്ങനെ ഈ വിഷയങ്ങൾ അറിയാമായിരുന്നിട്ടും എന്തുകൊണ്ട് രാജ്യം വിടാനുള്ള ഒരു സാഹചര്യം ഒരുങ്ങി എന്ന വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. നേരത്തെ നമ്മൾ നീരവ് മോദിയുടെ കാര്യത്തിൽ, ചോക്സിയുടെ കാര്യത്തിൽ ഒക്കെ നമ്മൾ ചോദിച്ചതുപോലെ ഇത്തരത്തിലൊരു ഗുരുതരമായ കുറ്റകൃത്യത്തിൽ ഏർപ്പെട്ട ഒരാളെ ആരാരും അറിയാതെ SIT അന്വേഷണം വരുന്നതിന് മുമ്പ് നാടുകടത്തിയതിൻ്റെ ഉത്തരവാദിത്വം ആർക്ക് എന്ന ചോദ്യം ഇപ്പോൾ BJP നേരിടുന്നുണ്ട്. അതുകൊണ്ട് വരും ദിവസങ്ങളിൽ കർണാടക തിരഞ്ഞെടുപ്പിൽ മാത്രമല്ല, ഒരുപക്ഷെ സൗത്ത് ഇന്ത്യയിൽ തന്നെ ഇത് വലിയ വിവാദമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്ന നാളുകളിൽ ഈ മെയ് 7-ാം തീയതി നടക്കാൻ പോകുന്ന 95 സീറ്റുകളാണ്. അതിൽ 72 സീറ്റുകളും BJPയുടേതാണ് എന്ന് ഓർമ്മിക്കണം. വളരെ നിർണായകമാണ്. സൗത്ത് ഇന്ത്യയിൽ BJPയുടെ ക്ലച്ച് പിടിക്കാൻ ഇനി എന്ത് സാധ്യതയെന്ന് ആലോചിച്ചിരിക്കുന്ന ഘട്ടത്തിലാണ് ഈ നിർണായകമായ 14 സീറ്റുകളിൽ ഇനി തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകുന്നത്. അതുകൊണ്ട് വരും ഘട്ടങ്ങൾ പ്രജ്വൽ രേവണ്ണ ഒരു വലിയ ചോദ്യചിഹ്നമായി BJPയുടെ ക്യാമ്പയിന് മുന്നിൽ തന്നെ ഉണ്ടാവും എന്നാണ് ഞാനും കരുതുന്നത്. തീർച്ചയായും അത് BJPയുടെ പ്രോസ്പെക്ട്സിനെ ബാധിക്കും എന്ന് കരുതുന്നു. Meet the editors.